ഹലോ, ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. ഇന്ന് പ്രണയത്തെ ഇഷ്ടപ്പെടുന്നവർ, പ്രണയിക്കാൻ ഇഷ്ടപ്പെടുന്നവർ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ദിവസമാണ് വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞിട്ട്. എന്താണ് ഈ വാലന്റൈൻസ് ഡേക്ക് പിന്നിലുള്ള ആ ഒരു സ്റ്റോറി? ഇത് 3-ാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ക്ലോഡിയസ് എന്ന് പറഞ്ഞിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവിന് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം വലുതാക്കണം, അതിനായിട്ട് അദ്ദേഹത്തിൻ്റെ ആർമിയിലേക്ക് ഒരുപാട് സോൾജേഴ്സിനെ കൊണ്ടുവരണം എന്നായിരുന്നു വലിയ ആഗ്രഹം. പക്ഷേ അദ്ദേഹം വിചാരിച്ചത് അവിടുത്തെ യങ് മെന്നൊക്കെ വോളണ്ടറിലി വന്ന് ആർമിയിൽ ജോയിൻ ചെയ്യുന്നതാണ്. പക്ഷേ അവിടുത്തെ യങ് മെൻ ഇദ്ദേഹത്തിൻ്റെ ആർമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് അവരുടെ പാർട്ട്ണറിനെ, അവരുടെ ഭാര്യമാരെയും മക്കളെയും ഒക്കെ വിട്ട് ഈ രാജാവിൻ്റെ ആർമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ആരും വോളണ്ടറിലി ഈ ആർമിയിലേക്ക് വരാൻ തയ്യാറാവാതെ വന്നപ്പോൾ ഈ ക്ലോഡിയസ് വിചാരിച്ചു ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എല്ലാവർക്കും ഫാമിലിയൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ, കല്യാണമൊക്കെ കഴിക്കുന്നത് കൊണ്ടാണല്ലോ ആർമിയിലേക്ക് ആരും വരാത്തത്. അതിനായിട്ട് അദ്ദേഹം ഒരു പ്ലാൻ ചെയ്തു. അതായത് ഈ മാരേജ് അവിടെ ബാൻ ചെയ്യാം. അദ്ദേഹം അങ്ങനെ ഓർഡർ ഇട്ടു അവിടെ. അതായത് കല്യാണം നിരോധിക്കുകയാണ്, ആരും കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സെയിം ടൈം അവിടെ ഒരു സെൻറ്റ് വാലന്റൈൻ എന്ന് പറഞ്ഞിട്ടൊരു ക്രിസ്തീയ പുരോഹിതനുണ്ടായിരുന്നു. ഇദ്ദേഹം എല്ലാവരും സ്നേഹത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് എപ്പോഴും യങ് കപ്പിൾസൊക്കെ ഒരുപാട് സ്നേഹത്തോടെ ജീവിക്കുന്നത് കാണുന്നതാണ് സന്തോഷം. അദ്ദേഹം ഒരുപാട് കല്യാണങ്ങളൊക്കെ നടത്തി കൊടുക്കുന്ന ഒരു പ്രീസ്റ്റാണ്. അപ്പോൾ രാജാവിൻ്റെ ഈ ഒരു ഓർഡർ ശരിക്കും അദ്ദേഹത്തിനെ വളരെ ദുഃഖിതനാക്കി. അദ്ദേഹത്തിന് അതിൽ ഒരുപാട് സങ്കടം തോന്നി. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു. കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന യങ് കപ്പിൾസിനെയൊക്കെ അദ്ദേഹം രഹസ്യമായിട്ട് കല്യാണം കഴിക്കാനായിട്ട് അദ്ദേഹം സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് യങ് കപ്പിൾസ് വന്ന് അദ്ദേഹം അവരുടെ കല്യാണമൊക്കെ നടത്തി കൊടുക്കുമായിരുന്നു സീക്രറ്റ്ലി. ഓക്കെ, രാജാവ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്, കാരണം കിങ്ങിൻ്റെ ഓർഡർ ആണല്ലോ. ഒരു ദിവസം അങ്ങനെ അദ്ദേഹം ഒരു കല്യാണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവ് അവിടെ എത്തുകയാണ്, രാജാവിൻ്റെ പട്ടാളക്കാർ അവിടെ എത്തുകയാണ്. ഈ വിവരം അറിഞ്ഞു. ഉടനെ തന്നെ രാജാവ് ഓർഡർ ഇട്ടു ഈ സെൻറ്റ് വാലന്റൈനെ എത്രയും വേഗം ജയിലിലടയ്ക്കുകയാണ്. അങ്ങനെ സെൻറ്റ് വാലന്റൈനെ ജയിലിലടച്ചു. ജയിലിലായിരുന്നപ്പോഴും അദ്ദേഹം ഒരുപാട് നിരാശയിലൊന്നും ആയിരുന്നില്ല. അദ്ദേഹം വളരെ എന്താ പറയുക, പീസ്ഫുള്ളായിട്ട് അദ്ദേഹം അവിടെ കഴിയാണ്. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹത്തെ കാണാനായിട്ട് ഒരുപാട് യങ് ആയിട്ടുള്ള ആളുകൾ വരികയും അവർ ജനലിലൂടെ റോസാപ്പൂക്കളും നോട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കാരണം ആ പ്രണയം എന്ന ഒരു കോൺസെപ്റ്റിൽ അവരും വിശ്വസിക്കുന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഭക്ഷണവുമായിട്ട് ആ ജയിലറുടെ അന്ധയായ മകള് ഇടയ്ക്ക് വരുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ അന്ധയായ പെൺകുട്ടി ഈ പ്രീസ്റ്റിൻ്റെ അടുത്ത് വന്നിട്ട് ഈ പ്രീസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. അപ്പോൾ കുറേ അങ്ങനെ അവർ സംസാരിച്ച് ഈ പെൺകുട്ടിയുടെ പ്രസൻസ് പ്രീസ്റ്റിനും സന്തോഷമായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ പ്രണയത്തിലാകുന്നു. ഓക്കെ, ഒരു ദിവസം ഈ പ്രീസ്റ്റ് ആ അന്ധയായ പെൺകുട്ടിയുടെ കണ്ണിൽ പ്രീസ്റ്റിൻ്റെ കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ആ കുട്ടി കണ്ണ് തുറന്നപ്പോൾ ആൾക്ക് കാഴ്ച കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് രാജാവ് അറിയുകയാണ്. അപ്പോൾ ഈ പ്രീസ്റ്റ് ഒരു ദുർമന്ത്രവാദിയാണ്, അല്ലെങ്കിൽ ഇതൊരു ദുർമന്ത്രവാദം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ പ്രീസ്റ്റിനെ തൂക്കിക്കൊല്ലാനായിട്ട് രാജാവ് ഓർഡർ ഇടുകയാണ്. ഓക്കെ, ഇപ്പോൾ രാജകൽപ്പന നിറവേറ്റപ്പെടുന്നത് ഒരു ഫെബ്രുവരി 14 അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂമിയിലെ അവസാന ദിവസം അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ടവൾക്ക്, ആ അന്ത്യയായ പെൺകുട്ടിക്ക് ഒരു ലെറ്റർ എഴുതുകയാണ്. ആ ലെറ്റർ എൻഡ് ചെയ്തപ്പം അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ഇട്ടിട്ട് ഫ്രം യുവർ വാലന്റൈൻ എന്ന് പറഞ്ഞിട്ടാണ് ലെറ്റർ വൈൻഡപ്പ് ചെയ്യുന്നത്. അന്ന് മുതൽ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സെൻറ്റ് വാലന്റൈനോടുള്ള ഒരു റെസ്പെക്റ്റും ആ പ്രണയത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മനോഭാവവും ഒക്കെ അത് പിന്നീട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ പ്രണയിക്കാൻ പ്രണയിക്കുന്നവർ ഒക്കെ ഈ ഒരു ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് പരസ്പരം സ്നേഹം കൈമാറുമ്പോൾ ഈ ഒരു വാക്ക്, വാലന്റൈൻ എന്ന വാക്ക് പിന്നീട് യൂസ് ചെയ്യാൻ തുടങ്ങി. അതാണ് വാലന്റൈൻസ് ഡേയുടെ സ്റ്റോറി. പിന്നെ ഇന്ന് പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ അതിൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ത്യജിച്ച് രക്തസാക്ഷികളെ ഓർക്കേണ്ട ദിനം കൂടെയാണ്. പക്ഷെ അവിടെയും ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആ രക്തസാക്ഷികളെ നമ്മൾ ഓർക്കുമ്പോൾ അവരും രാജ്യത്തോടുള്ള അവരുടെ പ്രണയമാണ്, അവരുടെ ജീവനേക്കാൾ ഉപരി രാജ്യത്തെ സ്നേഹിച്ചതുകൊണ്ടാണ് അവരെയും നമ്മളിന്ന് ഓർമ്മിക്കപ്പെടുന്നത്. സോ കൂടുതൽ നമുക്ക് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാം. ലെറ്റ് ലവ് സ്പ്രെഡ്സ് എവറിവെയർ ഇൻ എവറി മൈൻഡ്സ്. എല്ലാവരുടെയും ഹൃദയത്തിലും സ്നേഹം നിറയട്ടെ. പുസ്തകങ്ങളെ പ്രണയിക്കാം, പൂക്കളെ പ്രണയിക്കാം, പ്രകൃതിയെ പ്രണയിക്കാം, സംഗീതത്തെ പ്രണയിക്കാം. എല്ലാവരിലും സന്തോഷം നിറയട്ടെ. വൺസ് അഗെയിൻ വിഷ് യു ഹാപ്പി വാലന്റൈൻസ്.